ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് IGT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഡിസ്കസ് ചെയ്യുന്ന കാര്യം ORB അഥവാ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ടാണ്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു വർക്കൗട്ട് ആകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ORB സ്ട്രാറ്റജി എന്നത്. ഓക്കെ, അതായത് ORB സ്ട്രാറ്റജി മാർക്കറ്റിൽ ഇനി വർക്ക് ആവണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം, ORB സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം റൂൾസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യണം. ഇവിടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഏറ്റവും കൺഫർമേഷൻസ് ആയിട്ടുള്ള രീതിയിൽ കൂടി എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ORB സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ORB സ്ട്രാറ്റജി അഥവാ ORB എന്താണെന്ന് നോക്കാം. ORB എന്ന് വെച്ചാൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ടാണ്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രേക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊരു മൈൻഡിലോട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ബ്രേക്കൗട്ട് അല്ലെങ്കിൽ റീടെസ്റ്റ്, അങ്ങനെ കാര്യങ്ങളാണ് നമ്മളെ മൈൻഡിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആ ഒരു പരിപാടിയല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽസാണ്. അതുപോലെ തന്നെ സെഷൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാൻഡിൽസിൻ്റെ ബ്രേക്കൗട്ടാണ് നമ്മൾ ഈ ORB സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം ഫസ്റ്റ് വൺ ORB അഥവാ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട്. നമുക്കറിയാം എന്താണ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട്. നമ്മൾ ഈ ക്യാൻഡിൽ റേഞ്ച് തിയറി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ക്യാൻഡിൽ റേഞ്ച് തിയറി അഥവാ CRT നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുമായിട്ട് കുറച്ചൊക്കെ സാമ്യം കാണും. ഓക്കെ, ബട്ട് എന്നാൽ നമ്മൾക്കിപ്പം CRTയും ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട്? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡിലിന് എന്തുണ്ട്? ഹൈ ഉണ്ട്, ആ ക്യാൻഡിലിനൊരു ലോ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം ബ്രേക്കൗട്ടുകളാണ്. ക്യാൻഡിലിനെ ബ്രേക്കൗട്ട് ചെയ്യുക എങ്ങനെ? ഇപ്പം ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മസ്റ്റ് കാര്യം സെഷൻസ്. ഓക്കെ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ടോക്കിയോ സെഷൻ, അതുപോലെ തന്നെ ഏഷ്യൻ സെഷൻ, ഇത്തരം സെഷനും കാര്യമുണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ന്യൂയോർക്ക് സെക്ഷനാണ്. എന്തുകൊണ്ട് ന്യൂയോർക്ക് സെക്ഷൻ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് സെക്ഷനിൽ വളരെയധികം എന്തുണ്ട്? വോളിയം ഉണ്ട്, വളരെയധികം വോളറ്റൈലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല മൊമെൻറ്റവും കിട്ടുന്നത് എവിടെയാണ്? ന്യൂയോർക്ക് സെക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ന്യൂയോർക്ക് സെക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളെന്താണ് ഈ ORB സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ക്ലിയർ ആയിട്ട് ഒരു ന്യൂയോർക്ക് സെക്ഷൻ കാണാൻ പറ്റും. അപ്പം ഇവിടെ നമ്മളിവിടെ ടൈം എടുത്തിരിക്കുന്നത് ET-യിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂയോർക്ക് സെക്ഷൻ്റെ ഓപ്പൺ 9:30 AM ET. അപ്പോൾ നിങ്ങൾക്കത് ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂയോർക്ക് സെക്ഷൻ്റെ ഓപ്പണിംഗ് ടൈം. ഈ ഒരു ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് എന്തുണ്ട്? ഒരു ക്യാൻഡിൽസ് ഫോം ആവും. ക്യാൻഡിൽസ് എന്ന് പറയുമ്പം എങ്ങനെയാണ്? ഇപ്പോൾ ന്യൂയോർക്ക് സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ന്യൂയോർക്ക് സെക്ഷനിൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് ന്യൂയോർക്ക് സെക്ഷൻ്റെ തുടക്കം, അതായത് ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പണായി അതിന് ശേഷമുള്ള ഫസ്റ്റ് 30 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, 30 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്കിവിടെ 50 മിനിറ്റിൻ്റെ 2 ക്യാൻഡിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ 5 മിനിറ്റ്സിൻ്റെ 6 ക്യാൻഡിലും കാണാൻ പറ്റും. ഇവിടെ ഈ 30 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ജസ്റ്റ് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ ORB എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനല്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താണ് 30 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ആ ക്യാൻഡിലിന് എന്തുണ്ട്? ഒരു ഹൈ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോയും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളിവിടെ 50 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലുണ്ട്. ഓക്കെ, 50 മിനിറ്റ്, അതായത് ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പണായി ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ. ഇവിടെ എന്താണ്? ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയിട്ടുള്ള ഫസ്റ്റ് 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. ഇവിടെ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയിട്ടുള്ള ഫസ്റ്റ് 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയിട്ടുള്ള ഫസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. അപ്പം ഇവിടെ എല്ലാം നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബ്രേക്കൗട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
നെക്സ്റ്റ് ഈ ഒരു 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയോ ലോയോ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ 50 മിനിറ്റിൻ്റെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന് എന്താണ്, ഒന്നെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് ബ്രേക്ക് കിട്ടണം. അതുപോലെ തന്നെ ഇപ്പം 5 മിനിറ്റ് പറയുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടണം. നമ്മളിവിടെ പറയാൻ പോകുന്നത് 50 മിനിറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, എന്താണ് 50 മിനിറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് 50 മിനിറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ 5 മിനിറ്റ്സിനെ കാട്ടി അതുപോലെ തന്നെ 30 മിനിറ്റ്സിനെ കാട്ടി ഏറ്റവും ബെറ്റർ 50 മിനിറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, എങ്ങനെയാണ് ഈ ഒരു ORB വെച്ചിട്ട് നമ്മൾ ട്രേഡ്സുകൾ പുഷ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താണ്, ന്യൂയോർക്ക് സെക്ഷൻ്റെ ഓപ്പണിങ്ങിന് ശേഷം ഫസ്റ്റ് ഉണ്ടായ എന്താണ് ഒരു 30 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 50 മിനിറ്റിലെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിലെ ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പണായി, ക്യാൻഡിൽ ഫോമായി. ഇനി എന്താണ്, എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ORB സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ട്രേഡ് കിട്ടുന്നത് എന്ന് നോക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയതിനു ശേഷമുള്ള ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, ആ ഒരു 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്താണ്, ഈ ഒരു 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ എന്താണ് ലോയും എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഓപ്പണിംഗ് റേഞ്ച് ഹൈ അതുപോലെ തന്നെ ഓപ്പണിംഗ് റേഞ്ച് ലോ. 50 മിനിറ്റ് ആണ് ടൈം ഫ്രെയിം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, 1 മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഈ ഒരു ORHും അതുപോലെ തന്നെ ORLും നമുക്കിവിടെ, അതായത് ഓപ്പണിംഗ് റേഞ്ച് ഹൈയും അതുപോലെ തന്നെ ഓപ്പണിംഗ് റേഞ്ച് ലോയും നമുക്കിവിടെ കിട്ടി 1 മിനിറ്റിലോട്ട് എന്താണ് കൺവേർട്ട് ചെയ്തപ്പോൾ. ഇനി 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ആ ഒരു 1 മിനിറ്റിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം. ഒന്നുകിൽ ആ ക്യാൻഡലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇനി ബ്രേക്ക് ഔട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഇതുപോലുള്ള വിക്കുകൾ വന്ന് ബ്രേക്ക് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അത് ബ്രേക്ക് ഔട്ടായിട്ട് എടുക്കരുത്. അങ്ങനെ എടുത്താൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോവും. ഓക്കെ, ചിലപ്പോൾ അതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ 50 മിനിറ്റിലെ ആ ഒരു ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പണായി, ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു, അതിൻ്റെ ലോ എടുത്തു, ദെൻ അതിന് ശേഷം നമ്മൾ 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുന്നു, ഏത് ഹൈയിലാണോ ലോയിലാണോ ബ്രേക്ക് കിട്ടുന്നത് എന്ന് നോക്കുന്നു. അപ്പം നമുക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് കിട്ടി 1 മിനിറ്റിൽ. എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് കിട്ടി. ബ്രേക്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രേക്ക് ഔട്ടിൽ ഇപ്പം പല ടൈപ്പ് ട്രേഡേഴ്സാണ്. ചിലർ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ തന്നെ എൻട്രി എടുക്കുന്നവരുണ്ട്, ചിലരെന്താണ് റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, മറ്റു ചിലരെന്താണ് അതിന് ശേഷമുള്ള ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഓപ്ഷൻ 1 ബ്രേക്ക് ഔട്ട്, ദെൻ അതിന് ശേഷം, അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ചില ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കും, ഇതുപോലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, എൻട്രി പുഷ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഇതുപോലൊരു റെഡ് ക്യാൻഡിൽ അടിക്കാൻ താഴോട്ട്. ഓക്കെ, എന്താണ് ഇതുപോലൊരു റെഡ് ക്യാൻഡിൽ താഴോട്ടടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് പലരുടെയും ഇമോഷൻസിനെ ബാധിക്കാൻ എന്തുണ്ട് കാരണമായേക്കാം. അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു റീടെസ്റ്റാണ്. അതായത് മാർക്കറ്റിൽ നമുക്ക് ബ്രേക്ക് കിട്ടി, ഇവിടെ നമുക്ക് എന്താണ് ഒരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ആ ഒരു റീടെസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു റിജക്ഷനിൽ ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻട്രി ഓപ്ഷൻ 2. ഇനി എൻട്രി ഓപ്ഷൻ 3 എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, ബ്രേക്ക് ഔട്ട് കിട്ടി, മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരും ഉണ്ട്. ബട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ORB സ്ട്രാറ്റജി, അതായത് ഓപ്പണിംഗ് റേഞ്ച്. ഓക്കെ, ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ലോയും നമ്മൾ നോക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കാം. ഓക്കെ, അതായത് ORB സ്ട്രാറ്റജി. ഈ ഒരു ORB സ്ട്രാറ്റജിയിൽ നമ്മൾ ആദ്യം ചെയ്തത് 50 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്തു. ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയതിനു ശേഷം 50 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ആ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം ആ ഒരു 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ആണോ ലോയാണോ മാർക്കറ്റ് ബ്രേക്ക്
ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നോക്കി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വിക്ക് കൊണ്ടാവില്ല, ബോഡി കൊണ്ടായിരിക്കണം, കൺഫേം ആയിരിക്കണം. ഓക്കെ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു റിജക്ഷനിൽ നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഓപ്ഷൻ 1 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, ദെൻ എന്താണ് റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, പിന്നെന്താണ് ഓപ്ഷൻ 3 സെക്കൻഡ് ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഈ ഒരു 3 ടൈപ്പിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് ഈ ഒരു റീടെസ്റ്റ് ആയാലും. ഓക്കെ, ഈ ഒരു റീടെസ്റ്റിൽ എൻട്രി എടുക്കാനാണ് ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മുകളിലോട്ട് പറഞ്ഞു, ഇനി ആ ഒരു 1 മിനിറ്റിൽ മാർക്കറ്റ് ലോയെ ബ്രേക്ക് ചെയ്താലോ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ, ഓക്കെ, ഇത് ലോ, മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് താഴോട്ട് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ എന്താണ് ഓപ്ഷൻ 1 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ 2 എന്താണ് റീടെസ്റ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻ 3 എന്താണ് സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഏറ്റവും ബെറ്റർ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 ഹൗ ടു യൂസ് ദ ORB വിത്ത് സ്മാർട്ട് മണി കൺസെപ്റ്റ്. അതായത് ORB നമുക്ക് ഈ സ്മാർട്ട് മണി കൺസെപ്റ്റുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്ത് എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ORB സ്ട്രാറ്റജി പറഞ്ഞു, അന്നൊരു ORB സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ അത് മാത്രമായിട്ട് പോയി മാർക്കറ്റിൽ പോയി എൻട്രി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു SMC ആയിട്ടൊന്ന് കണക്റ്റ് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ORB സ്മാർട്ട് മണി ആയിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ഫോമായി, എന്താണ് ന്യൂ ഇയർ സെക്ഷൻ ഓപ്പൺ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പണായി. ഓക്കെ, ഇവിടെ 50 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്താണ് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹൈ എടുത്തു, ലോ എടുത്തു, അതായത് ORHും അതുപോലെ തന്നെ ORLും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു 5 മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 5 മിനിറ്റ്സിൽ മാർക്കറ്റിൽ ആ ഒരു ഹൈയും കാണാം, നിങ്ങൾക്ക് ഈ ഒരു ലോയും കാണാം. അതിനുശേഷം 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഹൈ എടുത്തു, ഇവിടെ നമ്മൾ ലോ എടുത്തു. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് 5 മിനിറ്റിൽ ബ്രേക്ക് ചെയ്തു. എന്താണ് 5 മിനിറ്റിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, പിന്നെ റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, അതിനുശേഷം സെക്കൻഡ് ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. അപ്പം മാർക്കറ്റ് പൊങ്ങി. ഓക്കെ, ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് പൊങ്ങിയതിന് ശേഷം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണെങ്കിൽ അത്രയും മാർക്കറ്റിൽ ആ ഒരു ORB സ്ട്രാറ്റജി വർക്കൗട്ട് ആവുമ്പോൾ വിൻ റേറ്റ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു FEG കാണാൻ പറ്റും. ഓക്കെ, ബ്രേക്ക് ഔട്ട് കിട്ടി, ആ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ഈ ഏരിയയിലായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു FEG കാണാൻ പറ്റും. ആ ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അതായത് മാർക്കറ്റ് വന്ന് ആ ഒരു FEGയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻട്രി ബൈ സൈഡിലോട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അത് കാണാനും പറ്റും. ആ ഒരു റീടെസ്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു. ആ ഹൈയിൽ എന്തുകൊണ്ട് ഒരു FEG ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു എൻട്രിക്ക് അത്രയും വിൻ റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു മാർക്കറ്റിൽ ഇരിക്കാനും പറ്റും. ഓക്കെ, നിങ്ങൾ ഇമോഷനെ വളരെയധികം അത് ബാധിക്കത്തുമില്ല. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് മാർക്കറ്റിലിരുന്ന് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം FEG, ഇനി FEGയിൽ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ ആ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ FEG കിട്ടി. ഇതെന്താണ് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, ഈ ഒരു FEG മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് പൊങ്ങിയാൽ അത് ഓക്കെ വാലിഡാണ്. അതുപോലെ തന്നെ ആ ഒരു FEGയിൽ വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ വന്ന് ടാപ്പ് ചെയ്താലും ഓക്കെയാണ്. ഇനി ആ ഒരു FEGയെ മൊത്തത്തിൽ മാർക്കറ്റ് എടുത്തതിന് ശേഷം പൊങ്ങിയാലും ഓക്കെയാണ്. എന്നാൽ ആ ഒരു FEGയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു റീടെസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു FEGയും ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും, ഓക്കെ, ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ആ ഒരു FEGയും ഒരേ ഏരിയയിലാണ്.
അതിനുശേഷം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈയും അതുപോലെ തന്നെ FEGയും ഒരേ ഏരിയയിലായിരിക്കും. ആ ഒരു FEG മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഷുവറാവും മാർക്കറ്റ് എന്താണ് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ ചാൻസ് കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇനി ഇതുപോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, ഈ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, അതായത് റീടെസ്റ്റ് ചെയ്തു, പൊങ്ങി. ഓക്കെ, ഇത് ഹൈ ആണ്. ഓക്കെ, ഇത് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മളൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്ന് ഈ ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലും കിട്ടി, മാർക്കറ്റ് പമ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു SMCയും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ORB സ്ട്രാറ്റജിയും കൂടെ കമ്പയർ ചെയ്തുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു എൻട്രിക്ക് അത്രയും വിൻ റേറ്റ് എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇനി പലരും ഈ ഒരു 50 മിനിറ്റിൽ നിന്ന് മാർക്കറ്റിനെ ഡയറക്റ്റ് 1 മിനിറ്റിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു FEG എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഒരു FEG എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു FEGയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. ബട്ട് അതിലും ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, 5 മിനിറ്റിൽ തന്നെ ആ ഒരു FEG കണ്ടെത്തുക. ഓക്കെ, ഈ ഒരു 5 മിനിറ്റിൽ തന്നെ ആ ഒരു FEG കണ്ടെത്തുക, എന്നിട്ട് എൻട്രി ആ ഒരു 1 മിനിറ്റിലോട്ട് മാറ്റുക. ഓക്കെ, ആ രീതിയിൽ ടൈം ഫ്രെയിം നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് 50 മിനിറ്റിൽ നമ്മൾ എന്ത് കണ്ടെത്തി, 50 മിനിറ്റിൽ നമ്മൾ ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും ന്യൂയോർക്ക് സെക്ഷനിൽ ഫസ്റ്റുള്ള ആ ഒരു 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും നമ്മൾ എടുത്തു. അതിനുശേഷം 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ബ്രേക്ക് ഔട്ട് കണ്ടെത്തി. ഓക്കെ, ബ്രേക്ക് ഔട്ട് കണ്ടെത്തി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു FEG നമുക്ക് കിട്ടി. ആ ഒരു FEG കിട്ടിയതിന് ശേഷം ആ ഒരു എൻട്രി നിങ്ങൾ 1 മിനിറ്റിലോട്ടാക്കുക. ഓക്കെ, മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു എൻട്രി നിങ്ങൾ 1 മിനിറ്റിലോട്ടാക്കുക. പക്ക പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു റൂൾ നിങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഈ SMCയും ഈ ഒരു ORB സ്ട്രാറ്റജിയും ഈ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞ കണക്കുള്ള ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇതിന് പുറമെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വേണമെങ്കിൽ RSI യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ EMA യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടും. ആ രീതിയിൽ എൻട്രി എടുക്കുമ്പോൾ എന്താണ്, നമ്മളെ ഇമോഷനെ ബാധിക്കത്തില്ല. നമുക്ക് ഉറപ്പാണ് ഇത് മാർക്കറ്റ് എന്തായാലും പൊങ്ങും, നമുക്ക് സുഖമായിട്ടിരിക്കാം. ഓക്കെ, ആ ഒരു ടാർഗറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് 4, ഹൗ ടു യൂസ് ദ ORB വിത്ത് ഫോൾസ് ബ്രേക്കൗട്ട്. നമുക്ക് എങ്ങനെ ഈ ഒരു ഫോൾസ് ബ്രേക്കൗട്ടുകൾ നമുക്ക് കണ്ടെത്താമെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് കാര്യം എന്നുള്ളത്. ഓക്കെ, നമ്മൾ പ്രോപ്പർ ബ്രേക്കൗട്ട് നമ്മൾ കണ്ടെത്തി, നമ്മൾ റീടെസ്റ്റ് കണ്ടെത്തി. ഇനി എന്താണ്, ഇനി ഈ ഫോൾസ് ബ്രേക്കൗട്ടുകൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 50 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, 50 മിനിറ്റിൽ നമ്മൾ ORH അതുപോലെ തന്നെ ORL നമ്മളിവിടെ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. 50 മിനിറ്റിൽ നമ്മൾ ബ്രേക്ക് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരു വിക്കാണ് വന്ന് അടിച്ചേക്കുന്നത്. ഫസ്റ്റ് കാര്യം ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, എന്താണ് ഫോൾസ് ബ്രേക്കൗട്ട് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി അതായത് മാർക്കറ്റ് വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യുക, അത് നിങ്ങൾ ഒരിക്കലും എടുക്കില്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. ഓക്കെ, വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഫോൾസ് ബ്രേക്കൗട്ട് ആണ്. ഇനി നമ്മൾ 50 മിനിറ്റിൽ നിന്നും ഒരു 5 മിനിറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്താണ് കൺവേർട്ട് ചെയ്തു, 50 മിനിറ്റിൽ നിന്നും 5 മിനിറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൈയെ. എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും, നമ്മൾ റീടെസ്റ്റിന് വേണ്ടി എൻട്രി ചെയ്യും. ഞാൻ പറഞ്ഞു തന്ന ഒരു പ്രോപ്പർ റൂൾ ഉണ്ടല്ലേ, അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല. ഇവിടെ ബ്രേക്കൗട്ട് കിട്ടി. ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം മാർക്കറ്റിൽ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി ഈ ഒരു ഹൈയിൽ വന്ന് റീടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു FEGയിൽ വന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നാൽ മാർക്കറ്റ് ഈ ഒരു FEGയും അതുപോലെ തന്നെ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. എന്താണ്, സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. നമ്മൾ എൻട്രി എടുക്കൂ, നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല. കാര്യം നമുക്കറിയാം, അതെന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യത്തില്ല, ഒരു മൊമെൻറ്റം ഇല്ല. ഓക്കെ, ആ ഒരു മൊമെൻറ്റം കുറഞ്ഞു, മാർക്കറ്റ് താഴോട്ട് പമ്പ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അങ്ങനെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. അതിനെ മാർക്കറ്റ് എന്താണ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ട് പോയി.
അപ്പോൾ ഇവിടെ എന്തുണ്ട്, മാർക്കറ്റിൻ്റെ ഹൈയും ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടായാൽ, എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടായാൽ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു FEGയിൽ ഒരു റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി മാർക്കറ്റ് ഇവിടെ ഒരു FEG വന്നു, ഈ ഒരു FEG വന്ന് റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പമ്പ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു FEG ഉൾപ്പെടെ അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യേണ്ട ഏരിയ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റെഡ് ക്യാൻഡിൽ കൊണ്ട് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ അതിനുശേഷം മാർക്കറ്റ് എന്ത് തന്നാലും ഒരു FEG കൂടെ തന്നാൽ എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തില്ല. പിന്നെ ഉള്ള ചാൻസ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യാനായിരിക്കും ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് അത് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് വന്നു, ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് വന്ന് ഇവിടെ ടാപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു FEGയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം എന്താണ്, മാർക്കറ്റ് താഴോട്ട് ക്ലീനായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ പല രീതിയിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ പലയിടത്തും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാതെ പോകുമ്പം അതിന് പിറവിൽ ഒരു തിയറി ഉണ്ട്, അത് ഉറപ്പാണ്. ഓക്കെ, ഓരോ കാര്യത്തിലും, അതായത് നമ്മളിപ്പോൾ ഒരു എൻട്രി നമ്മളിങ്ങനെ വെക്കുന്നു, അവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് പോകുന്നു. അപ്പം അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അവിടെ ഒരു തിയറി ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നു ടാപ്പ് ചെയ്തു, പിന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി. ഓക്കെ, വിക്ക് കൊണ്ട് മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഫോൾസ് ബ്രേക്കൗട്ടിൻ്റെ കാര്യമാണ്. ഇവിടെ ഫോൾസ് ബ്രേക്കൗട്ട് ആയിരുന്നു. ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റ് തിരിച്ച് എന്താണ് സെൽ സൈഡിലോട്ട് മൂവ് ചെയ്ത് മാർക്കറ്റ് പോയി. അതുപോലെ തന്നെ ഇപ്പം 5 മിനിറ്റ് ടൈം ഫ്രെയിം, അതുപോലെ തന്നെ 50 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻഡിൽ റേഞ്ച് തിയറി. ക്യാൻഡിൽ റേഞ്ച് തിയറിയായിട്ട് നമുക്ക് എങ്ങനെ ഈ ORB സ്ട്രാറ്റജി കണക്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാനാണെങ്കിൽ നേരത്തെ ക്യാൻഡിൽ റേഞ്ച് തിയറിയുടെ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു ബ്രേക്കൗട്ടിൽ ഈ ഒരു താഴെ ഈ ഒരു ബ്രേക്ക് കിട്ടിയത് നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മാർക്കറ്റ് ഇനി എത്രത്തോളം പമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അതായത് നമ്മളിവിടെ ORB അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തു, എന്നാൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. വിക്ക് കൊണ്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോയി. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ മാർക്കറ്റ് താഴോട്ട് ഈ ഒരു ലോയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ മറ്റൊരു സ്ട്രാറ്റജി, അത് ക്യാൻഡിൽ റേഞ്ച് തിയറിയിലോട്ട് മാറുക. ഓക്കെ, CRH അതുപോലെ തന്നെ CRL അതുപോലെ തന്നെ ലിക്വിഡിറ്റി എടുക്കുന്നു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ലോയ ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു. ഓക്കെ, അത് മറ്റൊരു സ്ട്രാറ്റജി. അപ്പോൾ ആ ക്ലാസ് കാണുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു FEG മാർക്കറ്റ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പമ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകുന്നു, ഈ ഒരു ലോയ മാർക്കറ്റ് എടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്ലാസ് കൂടി നിങ്ങൾ കാണുക, എന്നിട്ട് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് പോകുക. അപ്പം അത്യാവശ്യം സെറ്റാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, എക്സ്റ്റേണൽ ലെവൽസ് ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ ടു ബി അവെയർ ഓഫ്. അതായത് നമ്മളിനി കുറച്ചറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂ ഇയർ സെക്ഷൻ ഓപ്പണായി, അതിനുശേഷം ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടി. ആ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടി. ഈ ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് 50 മിനിറ്റ് ഓക്കെ നമുക്ക് ബ്രേക്കൗട്ട് കിട്ടിയതിനു ശേഷം നമ്മളൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മളത് ജസ്റ്റ് ഒരു 1 അവറിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു എൻട്രി നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ പ്രീവിയസ് ഡേയുടെ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ഒക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളതൊരു 1 അവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 അവറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രേക്കൗട്ട് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുക, അതൊരു പ്രീവിയസ് ഡേ ലോ
ആയിരിക്കുക. അങ്ങനെ ആയിരുന്നാൽ മാർക്കറ്റ് എന്താണ്, അവിടെ ലിക്വിഡിറ്റി ഉണ്ട്, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നല്ല റിസ്ക്കി ആയിട്ടുള്ള എൻട്രിയാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ആ ഒരു റേഞ്ചിലാണ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പമ്പ് ചെയ്ത് മൊമെൻ്റത്തിൽ താഴോട്ട് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോ ഈ ഏരിയയൊക്കെ നിങ്ങൾ നോക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നമ്മളൊരു പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ ഇതൊരു പ്രീവിയസ് ഡേ ഹൈ ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. നമ്മളുടെ ഈ ഒരു 50 മിനിറ്റിലെ ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ഇവിടുന്ന് പൊങ്ങിയതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി മേളിൽ നിന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ നേരത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എൻട്രി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു റീടെസ്റ്റ് ഒരു FEGയിലാവുക. ഓക്കെ, PDRAയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ആ ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പൊങ്ങുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. റീടെസ്റ്റ് FEGയിലായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് പൊങ്ങിയ മാർക്കറ്റ് ആയതുകൊണ്ട് ആ ഒരു FEGക്ക് തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ സ്വിങ് ഹൈ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്വിങ് ലോ, പ്രീവിയസ് ഡേ ഹൈ, അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ലോ, പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, ഇതുപോലുള്ള ഏരിയകളിലൊക്കെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു എൻട്രി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇപ്പം ബൈ സൈഡിലോട്ടാണ് എൻട്രി പുഷ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ സെൽ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിമാൻഡ് ഏരിയകൾ തൊട്ട് താഴെയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങളെ എൻട്രി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട്, അതായത് ORB യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല എൻട്രികൾ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു എൻട്രി മെത്തേഡ് വളരെ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കോട്ട് വീണ്ടും കാണാം.